ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 16 ദിവസമായി മുട്ടയ്ക്ക്. അപ്പോൾ മുട്ടയ്ക്ക് ചെറുതായിട്ടൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സ്ക്രാച്ച് കാണാം. എന്തായാലും ഇന്നത്തേക്ക് 16 ദിവസം ആയിട്ടുള്ളൂ. ഇനി 17-18 ദിവസം ഉണ്ട്. 2 ദിവസം കൂടി ഉണ്ട്. വരെ കാത്തിക്കണം. ഇപ്പോഴേ പൊട്ടിച്ചെടുക്കാൻ പാടില്ല. എന്തായാലും വെയിറ്റ് ചെയ്യുക. എന്തായാലും സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രാച്ച് ഒന്ന് നോക്കാം. പിന്നെ അതല്ലാതെ നമുക്ക് പ്രാവിനൊന്ന് പുറത്തിറക്കിയിട്ട് തീറ്റ കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നമുക്ക് വീഡിയോ അവസാനിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കൂട്ടിലേക്ക് നോക്കുമ്പം കൂട്ടിൽ ആൺപ്രാവുണ്ട്. നല്ലോണം മുട്ട കടിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതാണ് കുഞ്ഞുങ്ങളെ നോക്കുന്ന ആണാണ്. അപ്പോൾ ഇതിനൊന്ന് പുറത്തേക്ക് എടുക്കണം. നല്ല കൊത്താണ്. നമ്മൾ കൊക്ക് വലിച്ചിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി പുറത്തേക്ക് വരും. ഓക്കെ, കൈമ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് പുറത്തേക്ക് വിടാം. ഓക്കെ, അതവിടെ പറന്ന് കളിച്ചോളൂ. അതാ ഓക്കെ, മുട്ട കാണാം. മുട്ട ഒന്ന് നമുക്ക് പുറത്തേക്ക് എടുത്ത് കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് മുട്ടക്ക് സ്ക്രാച്ച് വന്നത്. എന്താ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. ചെറുതായിട്ട് സ്ക്രാച്ച് വന്നിട്ടുണ്ട്. 2 മുട്ടക്കും വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയില്ല. ഒരു മുട്ട ആദ്യം വിരിഞ്ഞത് നല്ലോണം ചൂട് പറ്റിയിട്ടുണ്ട്. അവിടെ ഇരുന്നുണ്ട് ഫസ്റ്റ്. നമ്മളെ ഡമ്മി മുട്ട ഒന്നുമില്ലാന്നു. അപ്പോൾ എന്തായാലും അറിയില്ല. 2 മുട്ടക്കും ഒരേപോലെ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കൂട്ടിലേക്ക് മുട്ട വെച്ചിട്ടുണ്ട്. അവിടെ നിന്നോട്ടെ. അപ്പം ആണ് ഇപ്പോൾ മുട്ട സ്ക്രാച്ച് വന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ പുറത്തെടുത്ത് ഇതാക്കണ്ട. അതുകൊണ്ട് ആണ് അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, പ്രാവ് ആത്ത് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് വൈകുന്നേരം ഈറ്റങ്ങളെ തീറ്റ എടുക്കുമ്പോൾ കാണാം. ആണ് അവിടെ ഇരിക്കുന്നുണ്ടോ നോക്കിയാൽ നല്ല കുറുകലാണ്. സൈഡിൽ നിൽക്കുന്നുണ്ട്. അവിടെ ഇരിക്കായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വൈകുന്നേരം ആകുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് വൈകുന്നേരമായി. എൻ്റെ കൂടൊന്ന് അടിഞ്ഞു പോയിട്ടുണ്ട് കാറ്റുകൊണ്ട് വാതിൽ. അപ്പോൾ നല്ല രീതിയിൽ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പ്രാവിനൊന്ന് പിടിച്ചിട്ട് പുറത്തേക്ക് ഇടാം. തീറ്റ കൊടുക്കാനുള്ള സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഗൈസ് പ്രാവ് വായിക്കൂടുമല ഇരുന്നുണ്ട്. ഇനി ഒന്ന് തെളിച്ചു നോക്കാം. എന്താ വെച്ചാൽ എന്തായാലും ഇപ്പോൾ പറക്കും. പെണ്ണാത്താണ് കൂടിൻ്റെ. എന്തായാലും പറക്കാൻ സാധ്യത ഉണ്ട്. ഓക്കെ, പറന്നുണ്ട്. ഒരു മാക്സിമം ദൂരോട്ട് പോകാൻ സാധ്യതയില്ല. എന്നാലും 2-3 ചുറ്റൽ ചുറ്റിയിട്ട് വരും. ഓക്കെ, വായിക്കൂടുമല ഇറങ്ങിയിട്ടുണ്ട്. ഇനി വേറെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. നമ്മൾ നേരെ പെണ്ണിനെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, പെണ്ണ് ഇതാ നല്ല പടപ്പാണ്. പെണ്ണിനെ നമ്മൾ ഡയറക്റ്റായി മുകളിലേക്ക് ഇടാൻ പാടില്ല. വായ്ക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഇടുക. വെച്ചാൽ പെണ്ണും ആണും പുറമെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ പറക്കാനുള്ള സാധ്യത ഉണ്ട്. എന്താ വെച്ചാൽ നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ മാക്സിമം വായ്ക്കൂട്ടിൽ ഇട്ടുക. ആണിനെ പുറമെ ഇടുക. ഓക്കെ ഗൈസ്, ആണ് ഇറങ്ങാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈറ്റങ്ങൾക്ക് തീറ്റ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് തീറ്റ പാത്രം എടുക്കാൻ പോവാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തീറ്റ പാത്രം മാറ്റണം. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഉള്ള പാത്രമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് തീറ്റ അതിലിട്ട് കൊടുക്കാം. കൂടുതൽ വേണ്ട, 2 പ്രാവുള്ളൂ. അപ്പോൾ കുറച്ച് മതി. എന്തായാലും ബാക്കിയാവും. അപ്പോൾ ഇത് നമ്മൾ കൂട്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം പാത്രത്തിൽ വെക്കാൻ പാടില്ല. വെള്ളം കുടിച്ചിട്ട് പ്രാവ് വയറ് നിറയ്ക്കും. ആദ്യം ഫുഡ് കഴിച്ചിട്ട് വെള്ളം വെച്ച് കൊടുക്കാം. അതാണ് നല്ലത്. അപ്പോൾ പ്രാവ് ഫുഡ് കഴിക്കട്ടെ. അപ്പം നമ്മൾ വെള്ളം പാർന്നെടുക്കുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് ആണിനിപ്പോൾ വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചും കൂടി ഫുഡ് കഴിച്ചോട്ടെ. കുറച്ച് ഫുഡ് കഴിക്കും, പിന്നെ വെള്ളത്തിന് ദാഹിക്കും. അതാണ്. പക്ഷേ ഫുഡ് മാക്സിമം വയറ് നിറഞ്ഞിട്ട് വെള്ളം ഒഴിച്ചതാണ് നല്ലത്. അതാണ് ഈ പ്രാവിന് നല്ലതാണ്. അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് ഫുഡ് കുറച്ചയക്കും, പക്ഷേ വെള്ളം നല്ല കുടിക്കും. അപ്പോൾ 2 ആണും പെണ്ണും വെള്ളത്തിൻ്റെ അടുത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ചെടുക്കാം. ഓക്കെ, മാക്സിമം ഐറ്റങ്ങളെ വയറ് നിറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ നമുക്കൊന്ന് പാർന്നു കൊടുക്കാം വെള്ളം.
അവസാനമാണ് വെള്ളം പാർന്നു കൊടുക്കേണ്ടത്. ഓക്കെ, ആയിട്ട് ദാഹിക്കുന്നുണ്ട്. നല്ല വെള്ളം കൂടിയാണ്. ഓക്കെ, പ്രാവുകൾ വെള്ളം കുടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വായ്ക്കൂട്ടിൽ നിന്നോട്ടെ. വെയിൽ കുറച്ച് കൊള്ളിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് വെയിലൊക്കെ കൊള്ളിച്ച് കൂട്ടിലാക്കുമ്പോൾ കാണാം. അപ്പം ഗൈസ് ആണ് വീണ്ടും തിന്നാണ്. ഇപ്പം വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ വെറുതെ ശല്യപ്പെടുത്തണ്ട. അപ്പോൾ നമുക്ക് പ്രാവിനെ കൂട്ടിലാക്കുന്ന വീഡിയോ ഉണ്ടാവില്ല. അത് നമുക്ക് എപ്പോഴെങ്കിലും ഏതേ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അത്യാവശ്യം ലെങ്ത് ആയതിൻ്റെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് 6 മിനിറ്റ് ആവാനായി. നമുക്ക് അടുത്ത വീഡിയോ കാണാം.